അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാത്തുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ ഇലാ യൗമിൽ വഫാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിശുദ്ധ റമളാനിൻ്റെ ഈ അവസാന നാളുകളിലെ എല്ലാ പുണ്യവും കരസ്ഥമാക്കി വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദർ ഉൾപ്പെടെയുള്ള സമയങ്ങളിലൂടെയാണ് നമ്മളുടെ യാത്ര. ഒരു നിമിഷവും ഒരു സെക്കൻഡും ഒരു മണിക്കൂറും ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കേണ്ടുന്ന സമയം. അങ്ങനെ ഉപയോഗപ്പെടുത്തി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ പിറകോട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും നമുക്കെല്ലാവർക്കുമുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ കൃത്യനിഷ്ഠ നമ്മൾ പുലർത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ്. സുബഹിക്ക് എഴുന്നേൽക്കാൻ നമുക്കൊക്കെ വലിയ പാടായിരുന്നു. പക്ഷെ റമദാനിൽ അങ്ങനെയല്ല. സുബഹിക്ക് അല്ല നമ്മൾ എഴുന്നേറ്റത്, മറിച്ച് സുബഹിക്കും മുമ്പേ എഴുന്നേറ്റ് അത്താഴം കഴിക്കാനുള്ള സമയം കൂടി കണ്ട് സമയനിഷ്ഠ പാലിച്ചവരാണ് നമ്മൾ. ജമാഅത്ത് നമസ്കാരങ്ങൾ റമദാൻ മാസത്തിലല്ലാതെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഈ മാസത്തിൽ നമുക്ക് ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടരുത് എന്ന വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം ആളുകൾക്കും നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുണ്ടായിരുന്നു, ജമാഅത്ത് നമസ്കാരത്തിന്റെ മുമ്പിലും പിമ്പിലുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. എന്നാൽ മനഃപൂർവ്വം അതിന് സമയം കണ്ടെത്തി മുമ്പിലും പിമ്പിലുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പൂർത്തീകരിച്ചവരാണ് ഈ റമദാനിലും നമ്മൾ. ആ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഖിയാമുൽ ലൈലും വിത്റും ഒക്കെയായി ഒരുപാട് നമസ്കാരങ്ങൾ വേറെയും നിർവഹിച്ച, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവുമായി സംഭാഷണം നടത്തിയവരാണ് നമ്മൾ. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ പാരായണം, അതുപോലെ അതിൻ്റെ പഠനം, അതിൻ്റെ മനഃപ്പാഠം വളരെയേറെ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറേ സമയം ഖുർആൻ കേട്ട് നമസ്കാരങ്ങളിൽ ഇമാമിനോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിയാവുന്ന സദക്കകൾ ഒരാളെയും നമ്മൾ മടക്കി അയച്ചിട്ടില്ല. സദക്കകളും സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്തും കൃത്യമായി നിർവഹിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നതായിരുന്നു. പക്ഷെ മനഃപൂർവ്വം പലയിടങ്ങളിലും വെച്ച് സംസാരിക്കാനൊക്കെ തോന്നുമ്പോൾ പോലും ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനെന്ന ബോധത്തോടു കൂടി നമ്മുടെ നാവിനെ നിയന്ത്രിച്ചും ഏഷണികളിൽ നിന്നും പരദൂഷണങ്ങളിൽ നിന്നും മാറി നിന്നും നോമ്പിനെ ഒരു പരിചയാക്കി ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേണം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത, ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിലെ കറകൾ കഴുകിക്കളഞ്ഞ, ആയുസ്സിൻ്റെ പുസ്തകത്തിലെ അക്ഷരത്തെറ്റുകൾ വെട്ടിമാറ്റി അതിനെ ശുദ്ധീകരിച്ച ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചു പോന്നിട്ടുള്ളത്. ഈ റമദാനിൻ്റെ അവസാനത്തിൽ നമുക്ക് എങ്ങനെ ഇനി ജീവിതത്തിൽ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നത്, ഇതിനൊരു തുടർച്ച ഉണ്ടാവാൻ എന്ത് ചെയ്യും എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറുൽ അഅമാലി മാ ഖല്ല, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്വമുഹ വ ഇൻ ഖല്ല. എത്ര തന്നെ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കർമ്മങ്ങൾ
അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ പോകുന്നത് റമദാൻ എന്ന ഒരു മാസം മാത്രമാണ്. ബാക്കി എല്ലാ കർമ്മങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും നമ്മളോടൊപ്പം ഉണ്ടാവണം. പ്രാർത്ഥനയെ സ്ഥിരമായി കൊണ്ടു നടന്ന ആളുകളാണ് നമ്മൾ. ഇസ്തിഗ്ഫാറിനെ നമ്മുടെ നാവ് എപ്പോഴും ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന പറയുന്നവരാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എത്ര തവണയാണ് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞത്? ഇത് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റു, സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്താൻ റമദാൻ കഴിഞ്ഞാലും അതിനൊരു തുടർച്ച നമ്മളിൽ നിന്ന് നമ്മൾ നിലനിർത്തണം. ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് പെരുന്നാളിന്റെ അന്ന് പോലും നമ്മളിൽ ഒരു ദാനധർമ്മത്തിന്റെ ശീലമുണ്ട് എന്നതുകൂടിയാണ്. അതിന് തുടർച്ചകൾ ഉണ്ടാവണം. വസന്തകാലത്ത് പൂക്കൾ പൂക്കുന്നത് അത് നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ പൂവുകൾ പിന്നീട് കായ്ക്കനികളായിട്ട് മാറുകയാണ്. റമദാനിൽ നമ്മളിൽ പൂത്ത ഈ പൂക്കൾ കായ്ക്കനികളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. റമദാൻ കഴിയുന്നതോടുകൂടി അത് നമ്മളിൽ നിന്ന് വാടിക്കരിഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. ഇമാം ഗസാലി വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലിമ്രാനിൽ അവസാനത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു എന്ന ആയത്തിൽ വസാബിറു എന്ന് പറയുന്നതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു നിർവചനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഷാറത്ത, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തെ ഒരു കർമ്മം ചെയ്യുന്നതിലേക്ക് നിബന്ധന വെച്ചു കൊടുക്കണം. അത് ഞാൻ ചെയ്യും എന്ന ഒരു നിബന്ധന ആ കർമ്മങ്ങളിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തേത് മുറാഖബ എന്നതാണ്. നമ്മുടെ ശരീരം ആ കർമ്മം ചെയ്യുന്നുണ്ടോ എന്ന ഒരു പരിശോധനയും ഒരു നിരീക്ഷണവും നമ്മൾ നടത്തണം എന്ന കാര്യമാണ്. മൂന്നാമതായി മുഹാസബ, അങ്ങനെയൊന്ന് നടക്കുന്നുണ്ടോ എന്ന ഒരു ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കണം എന്നതാണ്. നാലാമത്തെ കാര്യം മുആത്തബ, അങ്ങനെ എൻ്റെ ശരീരം എനിക്ക് സ്വന്തം അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. അഞ്ചാമത്തത് മുആഖബ, ആ ശരീരത്തെ ചെറിയ രൂപത്തിൽ ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങാതെ ചെറിയ രൂപത്തിൽ ശിക്ഷ കൊടുത്തുകൊണ്ട് ഒരു ത്യാഗം ചെയ്തുകൊണ്ട് അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. ഇങ്ങനെ 5 കാര്യങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കർമ്മത്തെ ശരീരം കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ടും ശരീരത്തിന്റെ ചലനങ്ങൾ കൊണ്ടും നിർവഹിക്കാൻ കഴിയും എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ റമളാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടായിട്ടുള്ളത് പള്ളിയുമായി റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്രം പള്ളിയായിരുന്നു. എല്ലാ പള്ളികളിലും അങ്ങനെയായിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞാൽ നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങൾ മിക്ക പള്ളികളിലും ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ എത്തി ആ കാര്യങ്ങളൊക്കെ ഒരുക്കി നോമ്പ് തുറന്ന് ഉടനെ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാതെ, പ്രത്യേകിച്ചും തറാവീഹ് നമസ്കാരമുള്ളതിനാൽ ചെറിയൊരു ഭക്ഷണം കഴിച്ച് ഇശാ നമസ്കാരം കിട്ടാൻ വേണ്ടി നേരത്തെ എത്തി സുന്നത്ത് നമസ്കരിച്ച് ഇശാ നമസ്കാരത്തിൽ പങ്കുചേർന്നു. അതിനുശേഷം തറാവീഹ് നമസ്കാരം കഴിഞ്ഞു, വീണ്ടും വീട്ടിലേക്ക് പോയി അല്പം ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം ഉറങ്ങി, പിന്നെ 3 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും പള്ളിയിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും വീട്ടിലേക്ക് പോയി അത്താഴം കഴിച്ച് സുബഹിക്ക് വേണ്ടി എത്തി. സുബഹിക്ക് ശേഷം അവിടെ ഇരുന്നു. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ സമയത്തെ നമ്മൾ പള്ളിയുമായി വളരെയേറെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാലും നമ്മൾ പള്ളികളുമായിട്ട് ബന്ധപ്പെടുകയും ആ ബന്ധത്തെ നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോഴാണ് റമദാനിന്റെ തുടർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ ഖുർആനുമായിട്ട് നമുക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ ഒരുപാട് നമ്മൾ കേട്ടു, സ്വന്തം നിലയിൽ പാരായണം ചെയ്തു, അത് നമ്മൾ പഠിച്ചു. അതിനെ നിലനിർത്തുക എന്നതാണ് എപ്പോഴും അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി ഖുർആനിനെ നിലനിർത്തി തരണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഓരോ സൂറത്തുകളിലൂടെയും കടന്നുപോയപ്പോൾ
അതിൻ്റെ പരിഭാഷ കൂടി നോക്കിയിട്ടാണ് പലരും നമസ്കാരത്തിൽ തറാവീഹിലൊക്കെ നിന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആ സൂറത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എല്ലാം ഇല്ലെങ്കിലും പല സൂറത്തുകളുടെയും ഉള്ളടക്കങ്ങളിലൂടെ നമ്മൾ പലതിലൂടെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഖുർആനിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ നമുക്ക് അങ്ങനെ നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട്. നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, നമ്മളാരും നമസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോന്നിട്ടില്ല. അവിടെ ഇരുന്ന് നമുക്ക് പറയാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന ഖുർആനിലെയും ഹദീസിലെയും പ്രാർത്ഥനകൾ പോരാത്തതിന് നമുക്കറിയാവുന്നത് മലയാളത്തിനോടും അള്ളാഹുവിനോട് രഹസ്യമായും പരസ്യമായും പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞ മനസ്സും ഹൃദയവുമായി ജീവിച്ചവരാണ് നമ്മൾ. ആ പ്രാർത്ഥനയെ നമുക്ക് നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട്. സർവോപരി നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ഇബ്ലീസ് മനുഷ്യനെ വഴിവെപ്പിക്കാൻ വരുന്നതിനെ സംബന്ധിച്ച് ആദം നബി അലൈഹി ഇസ്ലാമയുടെയും ഹവ്വാ ബീവിയുടെയും ചരിത്രവുമൊക്കെ കേട്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തും ആ ഭാഗങ്ങളിലൂടെ ഒരുപാട് തവണ കടന്നുപോയ ആളുകളുമാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, നിന്റെ ദീനിൽ ദൃഢനിശ്ചയത്തോടുകൂടി എന്നെ ഉറപ്പിച്ചു നിർത്തി തരണമേ എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാനും, പ്രത്യേകിച്ചും ലോകത്ത് ഫലസ്തീനിൽ ഉൾപ്പെടെ ഉള്ള സഹോദരി സഹോദരന്മാർ, അവരുടെ ഈമാനും അവരുടെ കരുത്തുമാണ് അവരെ നിലനിർത്തുന്നത്. അതോടൊപ്പം ഈ പ്രതികൂലമായ സാഹചര്യത്തിലും അവർ ഒരുപാട് കരുത്ത് നേടിയിരിക്കുന്നു. അവരെയൊക്കെ മാതൃകയാക്കി നമുക്ക് റമളാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സൽഗുണങ്ങളും ജീവിതത്തിൽ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കി നിലനിർത്തി മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم إن لك في كل ليلة من ليالي شهر رمضان أتقاء وطلقاء وأمناء وخلصاء من النار وجعلنا من أتقائك وطلقائك وأمنائك وخلصائك من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.